ഉറുഗ്വൻ ഫുട്ബോളർ ഫെദെ വാൽവെർദെയും ഫ്രഞ്ച് ഫുട്ബോളർ ചുവൈമനിയും തമ്മിലുള്ള ഫൈറ്റ് ഇപ്പോൾ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ്. റയൽ മാഡ്രിഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാണ്. കഴിഞ്ഞ ആഴ്ച അലാബ പിടിച്ചാരിക തല്ലിയെന്നോ അതൊക്കെ ന്യൂസ് വന്നിരുന്നു. ഇതിപ്പോൾ ഇവർ തമ്മിലാണ് ഫൈറ്റ്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, ഇവർ ട്രെയിനിങ് സെഷൻ്റെ ഇടയിൽ വാൽവെർദേനെ ഇത്തിരി ഭീകരമായൊരു ടാക്കിൾ ചുവാമനി ചെയ്തു എന്നാണ് പറയുന്നത് ഫ്രഞ്ച് ഫുട്ബോളർ. അതിനുശേഷം സോറിയൊക്കെ പറഞ്ഞു, ഇനി അത് ആ ഒരു സ്പിരിറ്റിൽ ചെയ്തു പോയതാണ്. പക്ഷേ വാൽവെർദേക്ക് അത് അത്ര ദഹിച്ചില്ല. വാൽവെർദെ അതിനെതിരെ പ്രതികരിച്ചു. വാൽവെർദെ കുറേ ട്രൈ ചെയ്തു, തിരിച്ച് പുള്ളിയെ അറ്റാക്ക് ചെയ്യാൻ കുറേ വാൽവെർദെ ട്രൈ ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ അതൊന്നും സക്സസ് ആയില്ല. അപ്പോൾ അതിന് ഡ്രസ്സിങ് റൂമിലെത്തിയപ്പോൾ വീണ്ടും ഇവർ തമ്മിലൊരു ഫൈറ്റ് നടന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വാക്കേറ്റം, ഫൈറ്റിലെ വാക്കേറ്റം. അതിനുശേഷം പിറ്റേ ദിവസത്തെ ട്രെയിനിങ്ങിന് വന്നപ്പോൾ വീണ്ടും വാൽവെർദെ ചുവമനീനെ വീണ്ടും ഇത്തിരി ബാഡായിട്ട് ടാക്കിൾ ചെയ്യാൻ ശ്രമിച്ചു. അതിലൊരെണ്ണം ഇത്തിരി ബാഡായി ടാക്കിൾ ചെയ്തു. അതോടുകൂടി പുള്ളി നിലത്ത് വീണു. പുള്ളിക്ക് കുറച്ച് പെയിനൊക്കെ അനുഭവപ്പെട്ടു. അപ്പോൾ പുള്ളി അത് നല്ല രീതിയിൽ തിരിച്ച് കയർത്ത് സംസാരിച്ചു വാൽവെർദെയായിട്ട്. അങ്ങനെ ഇരുവരും ഡ്രസ്സിംഗ് റൂമിലെത്തിയപ്പോൾ തിരിച്ച് വാൽവെർദെ ഇവർ തമ്മിൽ ഫൈറ്റായി. അടി പൊട്ടി അവസാനം ചുവമനി പിടിച്ച് തള്ളിയെന്നൊക്കെയാണ് പറയണത്. എന്തായാലും വാൽവെർദെ പോയി നിലത്ത് വീണു, തലയിടിച്ചു, സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ടെന്നാണ് പറയണത്. എന്തോ ഭയങ്കര ഇത്തിരി 10 ദിവസം 15 ദിവസം റെസ്റ്റ് വേണമെന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഈ കൊച്ചു റയൽ മാഡ്രിഡിൽ നടക്കുന്നത്? ഒന്നാമത് ഒരു കിരീടമില്ലാത്ത സീസൺ, അതിൻ്റെ ഇടയിൽ കൂടെ എംബാപ്പേനെ പുറത്താക്കണം എന്ന് പറഞ്ഞ ഒരു ടീം അപ്പുറത്ത്. ഇതെന്തൊക്കെയാണ്? ഇനി എൽ ക്ലാസിക്കോ വരാനിരിക്കുന്നു. റയൽ മാഡ്രിഡിൽ അന്തരീക്ഷം ഒട്ടും ശരിയല്ല, ഭയങ്കര മോശമായി കൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിക്കാം ഈ ഒരു വീക്ക്? ഇപ്പോൾ അങ്ങനെ എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് ഫൈറ്റാണ്. കോച്ചിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ അവിടെ സാധിക്കുന്നില്ല. എന്താ സംഭവിക്കുന്നതിന് മാനേജ്മെൻറ്റിന് പോലും പറ്റില്ല. ഇപ്പോൾ ഇതിനെതിരെ എന്തായാലും രണ്ടുപേർക്ക് സ്ട്രിക്റ്റായിട്ട് ആക്ഷൻ എടുക്കുന്ന റയൽ മാഡ്രിഡ് ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരിക്കും ഇവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാമെന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാൻ എന്താണെന്നറിയാം. എന്തായാലും ഇരുവരും ചെയ്തത് ഭയങ്കര മോശമായിപ്പോയി. ഇത്ര വലിയൊരു ക്ലബ്ബൊക്കെ അല്ലേ, എത്ര വലിയ ചെറിയ ക്ലബ്ബായാലും ടീംമേറ്റ്സ് തമ്മിലൊക്കെ അടികൂടും, ഉന്തിയിടാത്തുള്ള ഇതൊക്കെ കണ്ടിട്ടുള്ള കണ്ടംകളികൾ കാണുന്ന സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും റയൽ മാഡ്രിഡ് ഇത് ഗൗരവമായിട്ട് എടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തെങ്കിലും ഒരു ആക്ഷൻ അധികമായി കണ്ടുവരും. ഇപ്പോൾ വാൽവെർദെ ഹോസ്പിറ്റലിലായിരുന്നു, ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. 2 ആഴ്ചയാണ് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതേസമയം ബാർസലോണ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അവരെ ട്രെയിനിങ് സെഷൻ്റെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഭയങ്കര ചിരിച്ച് കളിച്ച് ട്രെയിൻ ചെയ്യണതിൻ്റെ. അത് റയലിലുള്ളൊരു കൊട്ടലാന്നുള്ളത് നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായി. 1 ബിഗ് ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാർസ ഫോട്ടോ ഇട്ടിരുന്നത്. അപ്പം തന്നെ നമുക്ക് കത്തി ഇത് ആരെ കുത്താനാണെന്നൊക്കെ. അപ്പോൾ എന്തായാലും എൽ ക്ലാസിക്കോരൊരു വീര്യം പോകുന്നതുകൊണ്ട് വാൽവെർദെ ഒന്നും കളിക്കണ്ട. പിന്നെ റയലാകെ തകർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം റയലിൻ്റെ ബാക്കിയുള്ളവർക്ക് കൂടി റയലിനെ എങ്ങനെ കളിക്കും നമുക്ക് നോക്കാം. കോച്ച് എങ്ങനെ റയലിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതും നമുക്ക് നോക്കാം.